ഷാഫി പറമ്പിൽ CPM-കാരൻ എന്നും ഭയക്കുന്ന ഒരു പേരാണ് ഇപ്പോഴത്. കാഫിർ സ്ക്രീൻഷോട്ട്, മതമൗലികവാദി, ഇങ്ങനെ ഷാഫിയെ ചാപ്പകുത്താൻ പലതരത്തിലും CPM-കാരൻ ശ്രമിച്ചു. രാഷ്ട്രീയ നെറികേടിന്റെ ഏതറ്റം വരെ പോകാനും CPM-ന് മടിയില്ലല്ലോ. ഇപ്പോഴിതാ പാലക്കാട് ജില്ലാ സെക്രട്ടറി CPM-ന്റെ EM സുരേഷ് ബാബു എന്ന് പറയുന്ന രാഷ്ട്രീയം എന്തെന്നറിയാത്ത നാലാംകിട രാഷ്ട്രീയക്കാരൻ ഷാഫിക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. തീർത്തും നെറികെട്ട ഒരു ആരോപണം. സുരേഷ് ബാബുവിന് ഷാഫിയെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, വളർന്നു വരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളായ ഷാഫിയെ അങ്ങ് ഇല്ലാതാക്കുക എന്നതാണ് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ വടകരയിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു. വ്യക്തിപരമായി എനിക്ക് നേരിട്ട ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കാം. ഷാഫി പറമ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പര്യടനത്തിന് വന്നു. വലിയ ഭൂരിപക്ഷത്തിൽ 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ന്റെ ഗ്ലാമർ സ്ഥാനാർത്ഥി KK ശൈലജയെ പരാജയപ്പെടുത്തി. അന്ന് DYFIയുടെ ഒരു നേതാവിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ വീട്ടിലെ സ്ത്രീകളടക്കം വോട്ട് ചെയ്തത് ഷാഫി പറമ്പിലാണ്, കാരണം മമ്മൂട്ടി വരുന്നത് പോലെയല്ലേ ഷാഫി വരുന്നതെന്നാണ് ചോദിച്ചത്. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് ഷാഫി. കാരണം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കളരിയിൽ നിന്നാണല്ലോ ഷാഫി രാഷ്ട്രീയം പഠിച്ചത്. അതാണ് പണ്ടാരോ പറഞ്ഞതുപോലെ പായുന്നതിന്റെ കുട്ടി പറക്കുമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അതാണ് ഷാഫി പറമ്പിൽ. ഷാഫിക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തി, എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ ഷാഫിക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. പരിചയപ്പെടുന്നവരെ സ്നേഹത്തിന്റെ മാന്ത്രിക കണ്ണികൊണ്ട് വിളക്കി ചേർക്കാൻ ഒരു പ്രത്യേക മാജിക് ഷാഫിക്ക് വശമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും അത്ര വശമില്ലാത്ത മാജിക്കാണ് ഇപ്പോഴത്. ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ തന്റെ സഹപ്രവർത്തകരുടെ ഏത് പ്രശ്നങ്ങളിലും അവർക്ക് താങ്ങായി തണലായി ഷാഫി എപ്പോഴും കൂടെയുണ്ടാകും. അതുകൊണ്ട് ഷാഫിയെ തകർക്കുക എന്നതാണ് CPM-ന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ മറപിടിച്ച ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ ചെയ്ത് ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനാണ് EM സുരേഷ് ബാബുവിനെ പോലെയുള്ള നാലാംകിട രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് കേരളമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനം. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായി നല്ല രൂപത്തിൽ അറിയാം. അതുകൊണ്ട് ഷാഫിയെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന് ഏതെങ്കിലും CPM-കാരൻ കരുതുന്നുണ്ടെങ്കിൽ അവൻ ജീവിക്കുന്നത് വിഡ്ഢികളുടെ നരകത്തിലല്ല, വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം ഷാഫിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാമെന്ന് ആരും കരുതണ്ട. ഷാഫിക്ക് ബന്ധം ജനങ്ങളുമായാണ്. കരിമ്പനകളുടെ നാട്ടിൽ തേര് തെളിച്ച ഒരേ സമയം BJP-യെയും CPM-നെയും നേരിട്ട് ഇരു രാഷ്ട്രീയ പാർട്ടികളെയും പരാജയപ്പെടുത്തിയാണ് ഷാഫി കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിളഭൂമി എന്നറിയപ്പെടുന്ന ഉത്തര മലബാറിലെ രാഷ്ട്രീയപരമായി പോരാട്ടം നടക്കുന്ന മണ്ഡലമായ വടകരയിലേക്ക് എത്തിച്ചേരുന്നത്. വടകരയിൽ TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ CPM-ന്റെ വടകരയിൽ, ശുഹൈബിനെ അരിഞ്ഞു തള്ളിയ CPM-ന്റെ മട്ടന്നൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത്, ഫസലിനെ വെട്ടിനുറുക്കിയ തലശ്ശേരിയിലെ CPM-ന്റെ കോട്ടക്കൊത്തളത്ത് ചർക്കാങ്കിത ത്രിവർണ പതാക വാലുയർത്താൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-കാരാ, നിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിച്ചിട്ട് മാത്രമേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ വളർന്നു വരുന്ന യുവ നേതാക്കന്മാരിൽ ഒരാളായ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറായ ആ യുവ നേതാവ് വടകര വിട്ടുപോകൂ. അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച വല്ലാത്ത സമരം നടത്താമെന്ന് DYFI-കാരൻ കരുതുന്നുണ്ടെങ്കിൽ പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും പടയണി തീർക്കാൻ വടകരയുടെ തെരുവീതികളിൽ പരിചക്ര ത്രിവർണ പതാക കയ്യിലെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുണ്ടാകും. അവിടെ നിങ്ങൾക്കറിയാം, ഷാഫി പറമ്പിലിനെ ആക്രമിച്ചപ്പോൾ, ഷാഫി പറമ്പിലിനെ വാഹനത്തെ CPM-ന്റെ ക്രിമിനലുകൾ തടഞ്ഞപ്പോൾ ഒരു ചീറ്റപ്പുലിയെ പോലെ പറന്നു വന്ന VP ദുൽകിഫിലിന്റെ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. VP ദുൽകിഫിലിനെ പോലെയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ നേതൃത്വം നൽകുന്ന തച്ചോളി ഒതേനന്റെ വടകരയുടെ കടത്തനാടന്റെ കളരിയുടെ മണ്ണാണ് വടകര. അതുകൊണ്ട് തന്നെ ഒതേനന്റെ നാട്ടിൽ, കളരിപ്പയറ്റിന്റെ നാട്ടിൽ ഷാഫി പറമ്പിലിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പറയുന്നു,
1000 സുരേഷ് ബാബുമാർ ഒന്നിച്ചു ജനിച്ച് ജീവിച്ചാലും, 1000 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടാലും, അവസാന കോൺഗ്രസ് പ്രവർത്തകന്റെ ചങ്കിനകത്ത് ജീവന്റെ ഒരു തുടിപ്പ് ശേഷിക്കുന്നതുവരെ ഷാഫി പറമ്പിലിന്റെ ഒരു രോമം തൊടാൻ കേരളത്തിലെ ഒരു CPM-കാരനും കഴിയില്ല. ഇതാണ് കോൺഗ്രസിന് പറഞ്ഞു വെക്കാനുള്ളത്.